വന്ദനം കൂട്ടുകാരെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഭൂതത്തിനെ കണ്ടിട്ടുണ്ടോ? ചോരക്കണ്ണും നീണ്ട കൊമ്പലും തൂങ്ങിയാടുന്ന ചെവിയുമുള്ള മനുഷ്യരെ കൊന്നു തിന്നുന്ന ഭൂതത്തിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള ഒരു ഭൂതത്തിന്റെയും സ്വന്തം മകനെ പ്രാണനേക്കാൾ സ്നേഹിക്കുന്ന ഒരു അമ്മയുടെയും കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. പണ്ട് പറക്കട്ടിന്റെ മുകളിൽ ഒരു ഭൂതം താമസിച്ചിരുന്നു. വഴി തെറ്റിച്ചുകൊണ്ട് പറ്റിക്കലാണ് അവന്റെ പതിവ്. പല രൂപത്തിലും പ്രത്യക്ഷപ്പെട്ട് വഴിപോക്കുകാരോട് അവൻ പലതും ആവശ്യപ്പെടും. പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്യും. അപ്പോഴാണ് കബളിപ്പിക്കപ്പെട്ട വിവരം ആളുകൾ അറിയുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു നമ്പൂതിരി മൃഷ്ടാന ഭക്ഷണവും കഴിച്ച് വരികയായിരുന്നു. അതാ പൂമരച്ചോട്ടിന്റെ താഴെ ഒരു സുന്ദരിയായ സ്ത്രീ നിൽക്കുന്നു. നമ്പൂതിരിക്ക് സന്തോഷമായി. കുശലാന്വേഷണം നടത്തിക്കൊണ്ട് ആ സുന്ദരിയായ സ്ത്രീയോടൊപ്പം നമ്പൂതിരി മലമുകളിലേക്ക് പോയി. പിന്നാരും ആ നമ്പൂതിരിനെ കണ്ടിട്ടില്ല. ആ ഇടയ്ക്കാണ് കുന്നിൻ ചെരുവിൽ നങ്ങേലിയുടെ മകൻ എഴുത്ത് പഠിക്കാൻ പോയത്. നല്ല തലപ്പുഴ പോലത്തെ കുട്ടിയെ കണ്ടപ്പോ ഭൂതത്തിനൊരാശ. ഈ കുട്ടിയെ തനിക്ക് വളർത്തിയാലെന്ന ഭൂതം പെൺകിടാവിന്റെ വേഷത്തിൽ വന്ന് കുട്ടിയെ കൊണ്ടുപോയി. സന്ധ്യയായിട്ടും കുട്ടിയെ കാണാതിരുന്നത് നങ്ങേലി മലമുകളിൽ അന്വേഷിച്ച് നടന്നു. അപ്പോഴാണ് നങ്ങേലി ചാത്തനെ കണ്ടത്. നങ്ങേലി ചാത്തനോട് ചോദിച്ചു, ചാത്ത, ഈ വഴി എവിടെയെങ്കിലും കുഞ്ഞിനെ കണ്ടായിരുന്നോ? ചാത്തൻ പറഞ്ഞു, മലമുകളിൽ കളിക്കുന്നത് കണ്ടു. കൂടുതൽ കുറച്ച് ബ്രാട്ടിയും ഉണ്ടായിരുന്നു. മലമുകളിലത്തെ ഭൂതമാണ് തന്റെ കുഞ്ഞിനെ കൊണ്ടുപോയെന്ന് നങ്ങേലി ഞെട്ടലോടെ മനസ്സിലാക്കി. നങ്ങേലി കരഞ്ഞോണ്ട് ഭൂതത്തിന്റെ അടുക്കിലേക്ക് പോയി. അല്ലയോ കുന്നിൻ ചെരുവിലെ ഭൂതമേ, എന്റെ കുഞ്ഞിനെ തിരിച്ചു തരൂ. ഉണ്ണിയുടെ അമ്മയാന്ന് മനസ്സിലാക്കിയ ഭൂതം എന്തു ചെയ്തെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു കൊടുങ്കാറ്റായ അമ്മയെ പിന്നെയും വിഷമിപ്പിച്ചു. നങ്ങേലി പതറിയില്ല. ഭൂതം പലമായ വിദ്യകളും കാണിച്ചു. അമ്മയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ നങ്ങേലിയുടെ അടി പോലും പുറകോട്ട് പോയില്ല. അപ്പോൾ ഭൂതം പറഞ്ഞു, നിന്റെ രണ്ട് കണ്ണുകളും ചൂർന്നെടുത്ത് എനിക്ക് തന്ന ഞാൻ നിന്റെ കുഞ്ഞിനെ തരാം. ഭൂതം നങ്ങേലി തന്റെ രണ്ട് കണ്ണുകളും ചൂർന്നെടുത്ത് ഭൂതത്തിന് കൊടുത്തു. അപ്പോൾ അമ്മയ്ക്ക് കാഴ്ചയില്ലെന്ന് മനസ്സിലാക്കിയ ഭൂതം എന്തു ചെയ്തെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു തെച്ചിപ്പൂ പറിച്ച് മന്ത്രം ചൊല്ലി മറ്റൊരു ഉണ്ണിയാക്കി നങ്ങേലിക്ക് കൊടുത്തു. നങ്ങേലി തന്റെ ഉണ്ണിയെ തലോടി. അപ്പോൾ നങ്ങേലിക്ക് മനസ്സിലായി ഇത് തന്റെ ഉണ്ണിയല്ലെന്ന്. നങ്ങേലി ഭൂതത്തിനോട് പറഞ്ഞു, പെറ്റമ്മയെ വഞ്ചിക്കുന്ന ഭൂതമൻ നിന്നെ ശപിക്കുന്നു. ഒരു പെറ്റമ്മയുടെ ശാപം തനിക്ക് താങ്ങാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ നങ്ങേലി ഭൂതം തന്റെ നങ്ങേലിയുടെ രണ്ട് കണ്ണുകളും കുഞ്ഞിയെയും തിരിച്ചു കൊടുത്തു. ഭൂതത്തിന് കുഞ്ഞിനെ വേർപിരിയാനുള്ള വിഷമം മനസ്സിലാക്കിയ നങ്ങേലി വർഷത്തിലൊരിക്കൽ കുഞ്ഞിനെ കാണാൻ അനുവാദം കൊടുത്തു. ഈ കഥ അവസാനിക്കുന്നു. നമ്മുടെ അമ്മമാർ നമ്മളെ തല്ലും ശകാരിക്കുകയും ചെയ്യും. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്.
അമ്മമാരോട് സ്നേഹമില്ലെങ്കിൽ ആറ്റിലെ വെള്ളം മേലോട്ട് ഒഴുകുന്നെന്ന് വെച്ചോളൂ. That was very